ഈ അന്വേഷണത്തിന്റെ കാര്യമല്ല പറയുന്നത്. പാർട്ടി തുടക്കത്തിൽ നേതാക്കന്മാരെ വന്നു കണ്ട് ഇവർ 10 ദിവസത്തോളം കാത്തു നിന്നു. അനുഭവപൂർവ്വമായിരുന്നു നിലപാടെടുക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ഉണ്ടായില്ല. അതുകൊണ്ട് അവർക്ക് പരസ്യമായിട്ട് ഈ കാര്യങ്ങൾ KPCC പ്രസിഡന്റ് അച്ചടക്ക സമിതിയുടെ ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തന്നെ നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളെ 4 പേരെ ഈ കാര്യത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനെയും എന്നെയും അതുപോലെ തന്നെ ജയന്തിനെയും ചുമതല ഏൽപ്പിച്ചത് ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. KPCC പ്രസിഡന്റിനെ ഇവിടെ നിന്ന് വിജയേട്ടൻ്റെ കുടുംബാംഗങ്ങൾ കണ്ട സമയത്ത് തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു. എനിക്ക് വയനാട് ജില്ലയുടെ ചാർജുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. എന്നെ അപ്പോൾ തന്നെ വിളിച്ചു. സണ്ണി, എന്നെ ഇവർ വന്ന് കണ്ടിരുന്നു, ആ കാര്യത്തിൽ ഗൗരവ ബുദ്ധി അന്വേഷിക്കണം, ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഇവരുടെ കുടുംബത്തിലെ അംഗമായിട്ടുള്ള കാസർഗോഡുള്ള ഒരാളും എന്നെ വിളിച്ചിരുന്നു. ഇതിന് ശേഷമാണ് ഞങ്ങളുടെ കയ്യിലേക്ക് ഈ വിജയേട്ടൻ എഴുതിയതായിട്ടുള്ള കത്തുകൾ കിട്ടുന്നത്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ കാര്യം മാറ്റിവെച്ച് ഇന്നലെയാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തുന്നത്. ഇന്ന് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കോട്ടയത്ത് നിന്ന് എത്തി, പ്രതാപൻ തൃശ്ശൂരിൽ നിന്ന് എത്തി, ഞങ്ങളെല്ലാവരും എത്തി. ഗൗരവ ബുദ്ധിയായി ഈ വീട്ടിലേക്ക് വന്ന് ഇവരുമായിട്ട് കുറേ നേരം ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അവരുടെ പ്രയാസം എന്തെന്ന് ഏതാണ്ട് മനസ്സിലാക്കി. ഇനി ഞങ്ങളും നേതൃത്വത്തെ ഈ കാര്യം അറിയിക്കും. ഇന്ത്യയിലെ കോൺഗ്രസ്, ഇത് പ്രത്യേകിച്ച് ഇത് പ്രിയങ്കാ ഗാന്ധി ഉൾക്കൊള്ളുന്ന ഒരു നിയോജകമണ്ഡലമാണ്. ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ദീർഘനാൾ ജീവിച്ച് മരിച്ച വിജയേട്ടൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടാകും. അത് ഞങ്ങൾ ഇവരെ അറിയിച്ചിട്ടുണ്ട്. നേതൃത്വത്തെ അതിനുവേണ്ടി കൂടുതൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ധരിപ്പിക്കും.